അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പേനും അമ്മയും തള്ളിക്കളഞ്ഞാലും തള്ളാതെ പോറ്റുന്നോരപ്പനെ. അപ്പേനും അമ്മയും തള്ളിക്കളഞ്ഞാലും തള്ളാതെ പോറ്റുന്നോരപ്പനെ. അന്തികെ അണച്ചിടന്ന നീ അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം. കൂടുണ്ടു പക്ഷിക്ക് സ്വൈരമായി വാഴുവാൻ വീടില്ലെനിക്ക് നിത്യമായി. കൂടുണ്ടു പക്ഷിക്ക് സ്വൈരമായി വാഴുവാൻ വീടില്ലെനിക്ക് നിത്യമായി. സ്വർപ്പുരിയിൽ നിത്യവീടഹോ അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാ നീ ആശ്രയം ഈ പാരിലേഴയ്ക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അല്പസമയം ഉറങ്ങി ഉണർന്ന് കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുവാൻ തക്കവണ്ണം അടിയന് തന്ന ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും രോഗങ്ങളുമായി കടന്നു വരിക കർത്താവേ. ഞങ്ങളുടെ സകല പ്രശ്നത്തിന് പരിഹാരം അങ്ങയുടെ പാദപീഠത്തിലുള്ളതോർത്ത് ഞങ്ങൾ ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയതാ, പിന്നെയും നടത്തുവാൻ സർവ്വശക്തനാ. ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചു തരുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. ഇന്നുവരെ ഞങ്ങളെ അത്ഭുത അതിശയമായി നടത്തിയ ദൈവം പിന്നെയും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ ആലോചന പ്രകാരം, അവിടുത്തെ ഇഷ്ടപ്രകാരം ഞങ്ങളെ നടത്തണമേ കർത്താവേ. അവിടുത്തെ വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. സൗഖ്യത്തിനും സമാധാനത്തിനും സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ കർത്താവേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി വലിയ മാർക്കോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാസ്സാകുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. ജൂലൈ 26 നടക്കണമെന്ന പരീക്ഷയ്ക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അപ്പം എല്ലാ മെഡിക്കൽ ടെസ്റ്റുകൾക്കായും സ്തോത്രം ചെയ്യുക. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. ബുദ്ധിയും ജ്ഞാനമൊക്കെ അവർക്ക് കൊടുക്കണം. ഇനിയോ പരാജയം നേരിടുവാൻ അനുവദിക്കാതെണ്ണം ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച കുഞ്ഞുങ്ങളെ തിരുസന്നിലോട്ട് സമർപ്പിക്കട്ടെ കർത്താവേ. അമൽ മോനെയും കൂട്ടുകാരെയും ഏൽപ്പിക്കുന്ന കർത്താവേ. നിതിൻ മോനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് ഹന്നമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജർമ്മൻ്റെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന പൈതൽ ഹല്ലേലൂയ നാദശായിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കൃപയിലും സമാധാനത്തിലും അവർ പഠിക്കണം. ഓർമ്മശക്തിയും ബുദ്ധിയും അപ്പച്ചൻ കൊടുക്കണം. തക്ക സമയത്ത് കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുമാറാകണം. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച നിലവാരത്തിൽ എത്തിച്ചേരുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരികയാണ്. എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവ്.
ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളും, വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും, OETയും IELTSഉം ജർമ്മനും പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റി പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ പേരുപേരായി സമർപ്പിച്ചുകൊണ്ടടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതത്തിൻ്റെ കരം നീട്ടുവാൻ പോകുന്നത് ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സമയം ഹാലേലൂയ കർത്താവ്, ഞങ്ങൾ അജേഷിനായി, അഭിലാഷിനായി, അമ്പിളിക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോറ്റി പുലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ അഭിജിത്തിനായി, മണിക്കായി, മനുവിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ലെങ്കിലും ഉള്ളതുപോലെ സ്വർഗം ആ കുഞ്ഞുങ്ങളെ അറിയുന്ന ദൈവമാ. അവരെ സഹായിക്കണമേ, അവരുടെ ഭാവിയെ കരുതണമേ കർത്താവെ. അവരുടെ ജീവിതത്തോട് മനസ്സലിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. ഈ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ മക്കളുടെ മേലും അവിടുത്തെ അനുഗ്രഹവും കൃപയും ഇറങ്ങുമാറാകണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ ദൈവം ഇന്നും എന്തേക്കും ഞങ്ങളുടെ ദൈവം ജീവപര്യന്തം വഴി നടത്തുന്നുവെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളൊക്കെ മനസ്സിലാക്കുവാൻ തക്കണം ഇടയാക്കണമേ കർത്താവേ. നന്മയ്ക്കായി ചെയ്യണമേ, അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ, അവരെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയത്തെയും ഒന്നുകൂടി അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ജോലി ചെയ്യാൻ മനസ്സില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ്, ശരീരത്തിൻ്റെ അവസ്ഥകളെ അറിഞ്ഞ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്തവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവ്, വീടിനോട് ചേർന്ന് ജോലി ലഭിക്കേണ്ട ഒരു ജീവിതമുണ്ടപ്പാ. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ കർത്താവേ. കർത്താവ്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ. ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. അവരൊരിക്കലും ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ അനുവദിക്കാതെ വണ്ണം നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം, ഹല്ലേലൂയ, നന്മയുടെ കരം എൻ്റെ സ്വർഗം ഓരോ മക്കളുടെ മേലും നീട്ടുമാറാകണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകിച്ച് വിവാഹപ്രായമായ മക്കളുണ്ട്. ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ ജീവിതങ്ങളെയും ഒന്നുകൂടി ഏൽപ്പിക്കട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്നവർ, പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. കർത്താവേ, നിൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലെത്തിച്ചേരുവാൻ ഇടയാക്കിക്കാട്ട്. തൻ്റെ മകളുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും മറുപടി കൊടുക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ വരുന്ന കുഴപ്പമുള്ളവർ, ആമേൻ കർത്താവേ, സ്തോത്രം. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, വയറ്റിൽ മുഴയാൽ ഭാരപ്പെടുന്ന ജീവിതം കർത്താവ്, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതം കർത്താവെ, കണ്ണിന് കാഴ്ചയില്ലാത്ത ജീവിതങ്ങൾ, ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ അവിടുന്ന് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങൾ കർത്താവെ, സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള ജീവിതങ്ങൾ അപ്പാ, ഹല്ലേലൂയ, നീ മനസ്സലിനമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുടി മുഴുവനും കൊഴിയുന്ന ജീവിതങ്ങൾ അപ്പം, കണ്ണിൻ്റെ കർത്താവ് ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ കർത്താവേ, അങ്ങയുടെ ബലമുള്ള കാര്യങ്ങളിൽ തന്നെ മക്കളെ സമർപ്പിക്കുകയാണ്. ഓപ്പറേഷന് വിധേയപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. ആമൻ ICUലും CCലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവേ. ആമൻ ഡെലിവറി റൂമിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നിന്റെ പൊന്നുകരം ചാർത്ത് വയ്ക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അങ്ങ് അത്ഭുതം ചെയ്ത് മാനിച്ച ദൈവമാ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തന്ന ദൈവമാ. ഹോവാ, നല്ലവനെന്ന് രുചിച്ചറിയാൻ ഭാഗ്യം തന്നതാ. പിന്നെയും ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ധാരാളമാർന്ന കൃപയും അനുഗ്രഹവും വിടുതലും ഓരോ മക്കളുടെ മേലും സ്വർഗമയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ കർത്താവേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരുടെ വിടുതലിന് വേണ്ടി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയും കൊടുത്ത് അവരുടെ ശരീരത്തെയൊക്കെ നോർമലാക്കി, സംസാര ശക്തി കൊടുത്ത്, ബുദ്ധിജ്ഞാനവും കൊടുത്ത് എല്ലാ കാര്യങ്ങളും നന്നായി പ്രവർത്തിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തതയോടെ വളരണം കർത്താവേ. ദൈവകൃപയിൽ വളരണം കർത്താവേ. അവർ നല്ല ഭാവിയിൽ എത്തിച്ചേരാൻ സഹായിക്കണമപ്പാ. അവരുടെ മാതാപിതാക്കളോട് കരുണ തോന്നണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്.
ഹല്ലേലൂയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവേ. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്താട്ട് കർത്താവേ. ഭവനമില്ലാത്ത ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ അപ്പാ. നീ അവർക്ക് തലചായ്പാൻ ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ കർത്താവേ. ആമേൻ. അങ്ങയുടെ കരം ഓരോ മക്കളുടെ മേലും വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസം തീയോളം കൂടി ഇരുന്ന് സുഖപ്രസവം നൽകണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ ജീവിതം സന്തോഷമായി തീരുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. നിന്റെ സമാധാനം ഓരോ മക്കൾക്കും ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന മക്കളെ സഹായിക്കണമേ. കൺമണി പോലുള്ളവരെ സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. യാത്ര പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാപ്പാ. ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താപ്പച്ചൻ്റെ കാര്യം ചേർത്ത് വെച്ചോണേ. ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെയും എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആമേൻ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ആമേൻ 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 കർത്താവേ. അടിയനോട് പ്രാർത്ഥന ചോദിച്ച പ്രിയപ്പെട്ട വിഷയം ആമേൻ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുള്ളിൽ ഒതുക്കി നീറുന്ന വേദനയിൽ കഴിയുന്ന ജീവിതങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണം. അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം. സന്തോഷത്തിൻ്റെ വർത്തമാനം, മഹത്വമേറിയ സാക്ഷ്യമൊക്കെ കേൾപ്പാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം സ്തോത്രം ദൈവമേ. ആമൻ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ആമൻ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ ദൈവമേ. എല്ലാ കാര്യങ്ങളും ബുദ്ധിയോടും പ്രാർത്ഥനയോടും ആത്മാർത്ഥതയോടും ചെയ്തെടുപ്പാൻ തക്കണം ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേലെ പാപബോധം വരുത്തണമേ കർത്താവേ. ഉണർവിൻ്റെ കാറ്റിനെ അയക്കണമേ കർത്താവേ. ആരും നഷ്ടപ്പെട്ടുവാൻ സമ്മതിക്കല്ലേ കർത്താവേ. ഈ യേശുവിൻ്റെ നാമം അത്ഭുതത്തിൻ്റെ നാമമെന്ന് എല്ലാവരും മനസ്സിലാക്കുവാൻ തക്കണം സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. നിൻ്റെ കൃപ ധാരാളമായി ഓരോ മക്കളുടെ മേലും പകരുമാറാകണം. പ്രത്യേകിച്ച് വേർപാട് ദുഃഖമൊക്കെ അനുഭവിക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുമാറാകണം. മുൻപോട്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ. സ്തോത്രം സ്തോത്രം അപ്പ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പലവിധ ഭാരങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കാട്ട്. ആമേൻ. ഇത് കർത്താവ് ഇതൊരു ജൽപ്പനമായി തീരുവാൻ അനുവദിക്കാതവണ്ണം പ്രാർത്ഥനയുടെ മറുപടി ഓരോ മക്കൾക്കും ലഭിക്കട്ടെ കർത്താവേ. ആമേൻ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ. വിശ്വാസത്തോടെ കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. എന്നാൽ എൻ്റെ ദൈവം തന്നെ മക്കളുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും തന്ന് ഞങ്ങളുടെ വാഹനയാത്രയിലും വഴിയാത്രയിലും ജോലി കാര്യങ്ങളിലും വിശ്രമവേളകളിലും അവൻ സ്വർഗീയ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. എല്ലാ നന്മകളും സമാധാനം തന്ന് സഹായിച്ചാട്ട് പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.